السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. വിശുദ്ധ റമളാൻ സമാഗതമാവുകയാണ്. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു സമയമാണിത്. റമളാൻ റീബിൽഡ് ദ മൈൻഡ്, ദ ബോഡി, ദ സോൾ ആൻഡ് ദി ഹെൽത്ത് എല്ലാം പുനഃക്രമീകരിക്കുന്ന, പുനഃസൃഷ്ടിക്കുന്ന ഒരു സമയമാണ്. വിശുദ്ധ ഖുർആൻ റമളാനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഖുർആനിൻ്റെ മാസമാണ്. അത് മുത്തഖീങ്ങൾക്ക് ഹിദായത്താണ്. അപ്പോൾ തഖ്വ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. അതിന് സഹായകമാകുന്നതാണ് നോമ്പ്. അസ്സൗമു ജുന്നത്തുൻ, അസ്സൗമു വിഖായത്തുൻ. നോമ്പ് ഒരു സംരക്ഷണമാണ്, ഒരു പരിചയമാണ്, തെറ്റുകളിൽ നിന്നുള്ള തടവാണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും ശുദ്ധീകരിക്കൽ നോമ്പിലൂടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യന് അവൻ്റെ സമ്പത്തിനോടുള്ള ആർത്തി കുറക്കാനും ദാനശീലം വർദ്ധിപ്പിക്കാനും അങ്ങനെ സാമ്പത്തിക വിശുദ്ധിയും എല്ലാം ഇതിലൂടെ വരുന്നുണ്ട്. എഴുത്തിക്കാഫിരുന്നും ജമാഅത്തുകളിൽ വന്നും ജനങ്ങളുമായി കൂടുതൽ ഇടപഴകിയും, എന്നാൽ അതെല്ലാം ദീനീയായ ഒരു ബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമായി സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശുദ്ധ റമളാനിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടതുമാണ്. ഇപ്പോൾ ഹൃദയശുദ്ധീകരണത്തിന് പറഞ്ഞിട്ടുള്ള 5 ഔഷധങ്ങളാണ് റമളാനിന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അവർകൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഫതിലാവത്തും ബി തദബ്ബുരിൽ മഅന, അർത്ഥമറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അർത്ഥം അറിയില്ലായിരുന്നു, ഈ വർഷം എത്ര അർത്ഥം അറിയാം? അപ്പോൾ ഒരു ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും പഠിച്ചോ? കഴിഞ്ഞ വർഷം ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചവരാണെങ്കിൽ ഈ വർഷം ഒരു 10 സൂറത്തുകളുടെ അർത്ഥം പഠിച്ചോ? അങ്ങനെ ക്രമേണ ജീവിതത്തിലേക്ക് കുറച്ച് ആയത്തുകളുടെയെങ്കിലും അർത്ഥം പഠിച്ച് ഖുർആൻ മനസ്സിലാകുന്ന രീതിയിലേക്ക് എത്തുക. ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. ഖിയാമുലൈലിൻ, രാത്രിയിലെ നിസ്കാരമാണ് മറ്റൊന്ന്. ഇതെല്ലാം മനസ്സിനും ശരീര